നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇൻറ്റിഗ്രേഷൻസ് ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ രണ്ടായി വേർതിരിക്കപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യക്ഷ നിയന്ത്രണത്തിൽ ആയിരുന്നു. ചെറുതും വലുതുമായ 565, ഇവിടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് 550 എന്നാണ്. അപ്പോൾ 550ഓളം നാട്ടുരാജ്യങ്ങൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലായിരുന്നു. സംരക്ഷണത്തിൻ്റെ ബലത്തിൽ തികച്ചും ഏകാധിപത്യപരമായ ഭരണമാണ് നാട്ടുരാജാക്കന്മാർ നടത്തിയത്. ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിച്ചെങ്കിലും നാട്ടുരാജാക്കന്മാർക്ക് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ 1/3 വരുന്ന ഭൂപ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. 1/4 ഇന്ത്യക്കാരൻ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ രണ്ടായി വേർതിരിക്കപ്പെട്ടിരുന്നുവെന്നും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും രാജാക്കന്മാരും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രത്യക്ഷ നിയന്ത്രണത്തിലായിരുന്നെന്നും ചെറുതു വലുതുമായ 550ഓളം എന്ന് വെച്ചാൽ 565 നാട്ടുരാജ്യങ്ങൾ, ടെസ്റ്റിൽ 550ഓളം തന്നിരിക്കുന്ന ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലുമൊക്കെ ആയിരുന്നു. സംരക്ഷണത്തിൻ്റെ ബലത്തിലൊക്കെയാണ് തികച്ചും ഏകാധിപത്യപരമായ ഒരു ഭരണമാണ് അന്ന് നടന്നു പോന്നിരുന്നത്. അപ്പോൾ അത് നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിൽ മാറ്റം വന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതോടെ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടീഷ് കിരീടത്തിനുള്ള മേൽക്കോയ്മ അധികാരം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പായി ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു 550ഓളം എന്ന് വെച്ചാൽ 565 നാട്ടുരാജ്യങ്ങൾ നിയമപരമായി സ്വതന്ത്രമാകുന്നുവെന്ന് ഇതോടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരുന്നു. ഈ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്കല്ല, രാജാക്കന്മാർക്കാണ് നൽകിയിരുന്നത്. ഇത് ഏകീകൃത ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഗുരുതരമായൊരു പ്രശ്നമായിരുന്നു. പ്രശ്നങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ തുടക്കം തിരുവിതാംകൂറിൽ നിന്നായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി തീരണമെന്ന് ദിവാൻ പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം ഹൈദരാബാദിലെ നൈസാമും സമാനമായൊരു പ്രശ്നം നടത്തി. ഭോപ്പാലിലെ നവാബിനെ പോലെയുള്ള ഭരണാധികാരികൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചേരാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. സ്വതന്ത്രാനന്തരം അനേകം ചെറിയ രാജ്യങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുരാജാക്കന്മാരുടെ ഈ പ്രതികരണം വ്യക്തമായി. നാട്ടുരാജ്യങ്ങളിൽ ജനാധിപത്യ പുലരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയും ഇതോടെ ഇരുടടഞ്ഞുകയാണ് ചെയ്തത്. നാട്ടുരാജ്യങ്ങളിലെ സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശങ്ങളൊന്നും നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യം ഭീതിജനകമായിരുന്നു. ഐക്യം, സ്വയം നിർണായക അവകാശം, ജനാധിപത്യം എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നടത്തിയ പോരാട്ടങ്ങൾ വിഫലമാകുമെന്ന് അത് ഉണർത്തുകയാണ് ചെയ്തത്. ഗവൺമെന്റിന്റെ സമീപനം എങ്ങനെയായിരുന്നു വെച്ചാൽ ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് ഈ ഇടക്കാല ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗാകട്ടെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തം അഭിഷ്ടാനമനുസരിച്ച് ഏത് മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന വീക്ഷണമാണ് വെച്ച് പുലർത്തിയത്. ഈ സാഹചര്യത്തിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ വെല്ലുവിളിയെ സുദിനം നേരിട്ടു. സുദൃഢവും നയതന്ത്രപരവുമായ സമീപനത്തിലൂടെ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിൽ അദ്ദേഹം ചരിത്രപരമായ പങ്ക് വഹിക്കുകയുണ്ടായി. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്ന VP മേനോനും ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവും ഈ മഹാദൗത്യം പൂർത്തീകരിക്കാൻ പട്ടേലിനെ സഹായിച്ചു. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്തി അവരെ ഇന്ത്യൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഭാരിച്ച ഒരു ചുമതലയായിരുന്നു.
ഒറീസയിൽ തന്നെ അന്ന് 26 ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ 14 വൻ രാജ്യങ്ങളും 119 ചെറിയ രാജ്യങ്ങളും അസംഖ്യം ഭരണങ്ങളും നിലനിന്നിരുന്നു. ഈ സാഹചര്യങ്ങളിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം തന്ത്രപരമായ മികവ് ആവശ്യമുള്ള ഒരു ദൗത്യമായി തീർന്നു. അങ്ങനെ നാട്ടുരാജ്യങ്ങളോടുള്ള ഗവൺമെന്റ് സമീപനത്തെ നയിച്ചത് 3 പരിഗണനകളാണ്. അവ താഴെ പറയുന്നവയാണ്. നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ആഗ്രഹിക്കുന്നവരായിരുന്നു. ചില പ്രദേശങ്ങൾക്ക് സ്വയം ഭരണം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധരായിരുന്നു. ആ പ്രദേശങ്ങളിലെ നാനാത്വങ്ങളെ ഉൾക്കൊള്ളുക, അവരുടെ ആവശ്യങ്ങളോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുക എന്നീ ആശയങ്ങളാണ് ഈ പരിഗണനയ്ക്ക് പുറകിലുണ്ടായിരുന്നത്. വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ഭൂപരമായ അതിർത്തി നിർണയം അതിപ്രധാനമായി തീർന്നു. 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർത്തിയാക്കുന്നതിൽ പട്ടേലും മേനോനും VP മേനോനും പരിശ്രമിച്ചു. അദ്ദേഹം VP മേനോൻ നമ്മുടെ കേരളത്തിലെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഈ ലക്ഷ്യത്തോടെ അവർ ഒരു ലയന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ തയ്യാറാക്കി. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ട സമ്മതപത്രമായിരുന്നു അത്. പട്ടേലിന്റെയും മേനോന്റെയും മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെയും തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന്. എന്നാൽ ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം പ്രശ്നസങ്കീർണമായി തന്നെ നിലനിന്നിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ജനാഭിലാഷത്തെ അവഗണിച്ചുകൊണ്ട് ജുനഗഡിൽ നവാബ് രാജ്യത്തെ പാകിസ്ഥാനിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനെതിരെയുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾ കത്തിപ്പടർന്നപ്പോൾ നവാബ് ഒളിച്ചോടി. 1948 ജുനഗഡിൽ ഒരു ജനഹിത പരിശോധന നടത്തുകയും ജനാഭിലാഷപ്രകാരം ആ രാജ്യത്തെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത് ജുനഗഡിന്റെ പ്രശ്നം ഇതോടെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. ജമ്മു കാശ്മീർ പ്രശ്നം കൂടുതൽ സങ്കീർണമായിരുന്നു. പാകിസ്ഥാനുമായി തുടർന്നു പോവുക വഴിവെച്ച കാശ്മീർ പ്രശ്നം 8ാമത്തെ അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദ് ഏതാണ്ട് രാജ്യത്തിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മധ്യഭാഗത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പം ഇത് ഹൈദരാബാദിനെ ശരിയാണ്, നമ്മുടെ ഇപ്പം തെലങ്കാനയുടെ ശരിക്കും തലസ്ഥാനമായിട്ടാണല്ലോ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഹൈദരാബാദ് എന്നൊരു രാജ്യമായിരുന്നു. ഇപ്പം തെലങ്കാനയുടേതാണ്, ആന്ധ്രാപ്രദേശിൻ്റെതായിരുന്നു. അതിപ്പോൾ തെലങ്കാനയുടെ തലസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിലെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേര് നൈസാം എന്നായിരുന്നു. നൈസാം ലോകത്തിലെ സമ്പന്ന വ്യക്തികൾ ഒരാളുമായിരുന്നു. തന്റെ രാജ്യത്തെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിർത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ 1947 നവംബറിൽ ഇന്ത്യ ഗവൺമെന്റുമായി അദ്ദേഹം ഒരു യാഥാസ്ഥിക കരാറിൽ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഇത് പ്രകാരം ഹൈദരാബാദിന്റെ ഭാവിയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റുമായി കൂടിയാലോചന നടത്താൻ നൈസാമിന് 1 വർഷത്തെ സമയം അനുവദിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആ സമയത്ത് ഹൈദരാബാദിലെ ജനങ്ങൾ നൈസാമിന്റെ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയും നൈസാമിന്റെ മർദ്ദക ഭരണത്തിൽ ഇരകളായ തെലങ്കാന മേഖലയിലെ കർഷകർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. നൈസാം ഭരണത്തിന് കീഴിൽ ഏറ്റവും മോശമായ പീഡനം അനുഭവിച്ചിരുന്ന സ്ത്രീകളായിരുന്നു. അതിനാൽ പ്രക്ഷോഭത്തിൽ അവരും ധാരാളമായി പങ്കെടുക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകൾ ഹൈദരാബാദും കോൺഗ്രസും ഈ പ്രസ്ഥാനത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ പാകിസ്ഥാനും രഹസ്യബന്ധനം സ്ഥാപിച്ചുകൊണ്ട് തനിക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നൈസാം പരിശ്രമിച്ചുവെന്നും മുസ്ലിം മതഭ്രാന്തരുടെ ഭീകര ഗ്രൂപ്പായ റസാക്കർ എന്ന അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യക്കകത്ത് ഭീകരവാശി അഴിച്ചുവിട്ടുവെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ സ്ഥിതിഗതികൾ അത്യധികം വഷളായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സൈനികരുമായി ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 1948 സെപ്റ്റംബറിൽ ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിൽ പ്രവേശിച്ചു. ഏതാനും ദിവസത്തെ പോരാട്ടത്തിന് ശേഷം നൈസാം കീഴടങ്ങി. 1950 ജനുവരി 26 ഹൈദരാബാദ് ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയൻ ലയിച്ചു തരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ മണിപ്പൂറും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് ഇന്ത്യ ഗവൺമെന്റുമായി ലയന കരാറിൽ ഒപ്പുവെച്ചു. മണിപ്പൂരിൽ ആഭ്യന്തര സ്വയംഭരണം നിലനിർത്തുമെന്ന ഉറപ്പിന്മേൽ മഹാരാജാവ് ഇതിന് തയ്യാറായി. 1948 ജൂണിൽ പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ പ്രായപൂർത്തിയോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആ ബഹുമതി മണിപ്പൂരിനാണ് അർഹം. പ്രായപൂർത്തിയോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ പ്രദേശം മണിപ്പൂറാണ്.
എന്നാൽ മണിപ്പൂരിനെ സ്വതന്ത്ര ഇന്ത്യയുമായി ലയിപ്പിക്കാനുള്ള കാര്യത്തിൽ മണിപ്പൂരിലെ നിയമനിർമ്മാണ സഭയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ലയനം പിന്തുണച്ചു. എന്നാൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിന് എതിരുമായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഈ പ്രശ്നം തന്ത്രപരമായി പരിഹരിക്കാൻ ശ്രമിച്ചു. മഹാരാജാവിന്റെ മേൽ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തി 1949 സെപ്റ്റംബർ അദ്ദേഹത്തെ കണ്ട് ലയന കരാർ ഒപ്പുവെച്ചിരുന്നു. ഗവൺമെന്റ് വിജയിക്കുകയും മണിപ്പൂരിൽ നിയമനിർമ്മാണ സഭയുമായി ആലോചിക്കാതെയാണ് ഈ കരാറുണ്ടാക്കി. മണിപ്പൂരിൽ ഇത് വൻ ജനരോഷവും എതിർപ്പ് ഇളവാക്കി വിട്ടു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇന്നും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 2025 കാലഘട്ടത്തിലും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അന്നത്തെ രൂക്ഷമാണ് ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാശ്മീരിൽ, ജമ്മു കാശ്മീരിലായാലും മണിപ്പൂരിലായാലും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈദരാബാദിന് ഇപ്പോൾ ശാന്തതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ VP മേനുവിൻ്റെ പുസ്തകത്തിൽ അധികാര കൈമാറ്റം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരിൽ പലരും മനസ്സില്ലാ മനസ്സോടെയാണ് ലയന കരാറിൽ ഒപ്പുവെച്ചത്. മധ്യ ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവ് കരാറിൽ ഒപ്പുവെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഹൃദയസ്പന്ദനം മൂലം മരിച്ചുപോയി. ബറോഡയിലെ രാജാവ് ലയന കരാറിൽ ഒപ്പുവെച്ച് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ലയന കരാറിൽ ഒപ്പുവെച്ചാൽ തനിക്ക് കടുവകളെ വേട്ടയാടാനുള്ള അവകാശം നഷ്ടപ്പെടുമോ എന്നായിരുന്നു മറ്റൊരു രാജാവിൻ്റെ ആശങ്ക. ജോധ്പൂർ രാജാവ് സംയോജനത്തിന് വിസമ്മതിച്ചതെന്ന് മാത്രമല്ല, VP മേനുവിൻ്റെ തലയ്ക്ക് നേർക്ക് തോക്ക് ചൂണ്ടി ആക്രോശിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ശ്രമിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യരെ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ അക്കാദമിയിൽ വെച്ച് മണി എന്നൊരാൾ വെട്ടി പരിക്കേൽപ്പിച്ചു. ഒറീസയിലെ ജനങ്ങൾ നാട്ടുരാജാവിൻ്റെ കൊട്ടാരം വളഞ്ഞ് ലയനക്കരാർ ഒപ്പുവെക്കുന്നതുവരെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്നുമൊക്കെയാണ് പറയുന്നത്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. വെൻ വെയർ ദ ഇലക്ഷൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹെൽഡ്? എവിടെ, എന്നായിരുന്നു എന്നുള്ളതാണ്. ജൂലൈ 1946 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഹെൽഡ് ചെയ്തത്. ഓക്കെ, ഇലക്ഷൻ നടന്നത്. ഓക്കെ, അടുത്തത് വേർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ് ടൈമിൽ മീറ്റ് ചെയ്തത്? ലൈബ്രറി ഓഫ് ദ കൗൺസിൽ ചേംബർ, ഡൽഹിയിൽ വെച്ചാണ്. Who was elected the permanent president of the Constituent Assembly? പെർമനന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇലക്ട് ചെയ്തത് രാജേന്ദ്ര പ്രസാദ്. താൽക്കാലികമായിട്ടാണെങ്കിൽ, ടെമ്പററി ആയിട്ടാണെങ്കിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴാണ്? ഇത് എന്താണ്? 1947 ജനുവരി 22 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. വെൻ ഡിഡ് ദ കോൺഗ്രസ് ആൻഡ് ദ ലീഗ് അക്സെപ്റ്റ് ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ? മൗണ്ട് ബാറ്റൻ പ്ലാനുമായിട്ട് എപ്പോഴാണ് ലീഗും കോൺഗ്രസും അതിനെ അക്സെപ്റ്റ് ചെയ്തത്, സ്വീകരിച്ചതെന്ന് വെച്ചാൽ when did the Congress and the League accept the Mountbatten Plan? അപ്പം ലീഗും കോൺഗ്രസും മൗണ്ട് ബാറ്റൻ പ്ലാനിനെ അക്സെപ്റ്റ് ചെയ്തത്, സ്വീകരിച്ചത് 1947 ജൂൺ 2 മൗണ്ട് ബാറ്റൻ പ്ലാൻ ജൂൺ 2 പറയുന്നത്. Who said with independence a new life and freedom arose in India? പുതിയ കാൽവയ്പിലേക്ക് പോകുന്നു എന്നൊക്കെ, ഇന്ത്യയുടെ പുതിയ ജീവിതത്തിൻ്റെ കാൽവയ്പിലേക്ക് പോകുന്നതൊക്കെ പറഞ്ഞത് ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ. വെൻ ഡിഡ് ദ ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാൻ കം ഇൻ ടു ബീങ്? ഇപ്പോൾ ഡൊമിനിയൻ ആയി വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് സ്വതന്ത്ര രാഷ്ട്രമായി മാറി. അതുപോലെ തന്നെ ഹൂ ഡ്രാഫ്റ്റഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ്? ബിമാറോ അംബേദ്കർ, BM അംബേദ്കർ, BA അംബേദ്കർ അല്ലേ, അടുത്തത് അപ്പോൾ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കറിനെയാണ്, BR അംബേദ്കർ. വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവൺ ഷേപ്പ്? എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴെന്ന് വെച്ചാൽ 1949 നവംബർ 26 ഭരണഘടനയിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഡേറ്റ് ആണ് 1949 നവംബർ 26. അത് മാത്രമല്ല 1949 നവംബർ 26 ഭരണഘടനാ ദിനമെന്നും അറിയപ്പെടുന്നത്.
അതുപോലെ വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ്, എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ 1950 ജനുവരി 26 നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വരികയും നമുക്കൊരു നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുകയും ചെയ്തു. പ്രസിഡന്റിൻ്റെ ഒരു ഭരണം നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പ്രസിഡന്റൽ ഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ